ഇത് നമ്മുടെ പരിപാടി എന്തോ നിർത്തി ചൂടാനുള്ള പരിപാടിയാണ്. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിന്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഓ ഒടിഞ്ഞ ചൊറിച്ചില്. അനിയനിൽ 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ടുണ്ട്. ഒരു വല്യമ്മ ഏതെങ്കിലും മൂലയിരുന്ന് സനാത്തന്തി കുറുഞ്ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്ക് മഞ്ഞ് കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ളവർ. മഞ്ഞ് വാരി ഇങ്ങനെ ഇടാണ് മൂപ്പത്തി. എവിടെ ചെന്നാലും ഒരു വക ആൾക്കാര്. ചിലപ്പോ അത് ഈ നാട്ടുകാരെന്നെ ആവാൻ പറ്റും. എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷമല്ല. അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. 25 വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലക്കിരുന്നിട്ട് ദിക്റും സലാത്തും ചെല്ലുന്നതിന് പകരം തന്നോട് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തന്റെ ഈ കക്കൂസ് വാ കൊണ്ട് ചളബള ഓരോന്ന് വിളിച്ചു പോരുതെന്ന്. നങ്ങങ്ങ് ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് കക്കാനും പിടിച്ചു പറിക്കാനൊന്നും അല്ലോ പോണത്. അതെ, ഇതൊക്കെ ഒരു വരം പോലെ കിട്ടുന്നതാ. മഞ്ഞ് വാരിയിട്ട് ഫാത്തിമോ ആവാ ഖദീജോ ആവാ, ഇതൊക്കെയാണ് ജീവിതം എന്നും പറഞ്ഞിട്ട്. അതിന് നീ എന്തിനാ നിന്റെ കാർബറേറ്റർ ഇത്ര ചൂടാക്കണേ? 10-12 കൊല്ലായിട്ട് ബ്രഹ്മചാരിയെ പോലെ ജീവിച്ചവനാ ഞാൻ. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടല്ല. ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും. ഞാൻ നേരത്തെ ദുർബലനാ, എന്റെ മുറിവിൽ നീ മുളക് പുരട്ടരുത്. ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം. അപ്പൊ പിന്നെ തനിക്ക് എന്താ പ്രശ്നം? എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വിളങ്ങി തിളങ്ങി നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും ഈ സമൂഹത്തിന്റെ പേരുകാർ. ആരാന്റെ കാര്യത്തിൽ എന്താ താല്പര്യം? തെറ്റ് ശരി നിശ്ചയിക്കാൻ നിങ്ങളാരാ? വലിയ ന്യായാധിപം വന്നിരിക്കുന്നു. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അതങ്ങനെ പഠിക്കാൻ പറ്റ സമയത്ത് ഗോലി കളിക്കാൻ നടന്നാ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഈ പറച്ചിൽ കേട്ട ആ ഉമ്മയുടെ പൊതുജീവിതത്തിന് ഉണ്ടാക്കാനിടയുള്ള അപമാനം നിങ്ങൾക്ക് ഊഹിക്കാം. അങ്ങനെ നാട്ടുകാരുടെ മുൻപിൽ താൻ ഒരു വഷളനാക്കി, ഒരു നിഷ്ഠൂരനാക്കി. തൃപ്തിയായില്ലേ എനിക്ക്? ഇമാതിരി ചങ്ങായിമാർക്ക് പ്രസംഗിച്ച് സ്ഥലം വിട്ടാൽ മതി. അടുത്ത സ്ഥലത്തു പോയും ഈ കുനിഷ്ടും കുന്നായ്മയും വിളമ്പാം. അവർക്ക് പണം കിട്ടും. കാരണം ഇമാതിരി പ്രസംഗങ്ങൾ നടത്തിയാൽ പണം കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഒരു തോക്ക് കൊടുത്ത് ഇറങ്ങിക്കോ, മനുഷ്യനെ കൊന്നു കാശുണ്ടാക്കുന്നതാ ഇതിലും ഭേദം. ബാക്കിയുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ കലിപ്പ് മൂക്കുന്ന ചില മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ. ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമായത്. ഈ കാലത്ത് നല്ലത് കാണാൻ ആളുകൾക്ക് കണ്ണില്ല. എനിക്ക് അതാ പേടി. ഉമ്മാക്കറിയാം ഉമ്മാക്കും പടച്ചവനും ഉള്ളത് എന്താന്നുള്ളത്, ഉമ്മ പടച്ചവനും എന്താന്നുള്ളത്. അത് അവര് നോക്കിക്കോളും. നിങ്ങൾ അതിനിടയിൽ കയറിയിട്ട് കോലിട്ട് കുത്താൻ നിൽക്കണ്ടെന്ന് ഈ ഉസ്താദിനോട് പറയുള്ളൂ. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആളൊരു തല്ലിപ്പൊളിയനാ, ആരെയും വില വെക്കില്ല. ഈ നിനക്കിഷ്ടമുള്ള ജീവിക്കാർമാനെ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഏകദേശം 30കളുടെ തുടക്കത്തിൽ ഭർത്താവിനെ നഷ്ടപ്പെട്ട 3 മക്കളുള്ള, സ്വന്തമായി വീട് പോലും ഇല്ലാതിരുന്ന ഒരു സ്ത്രീ വിശ്രമമില്ലാതെ ജോലി ചെയ്താണ് ചെറിയൊരു വീടുണ്ടാക്കിയത്. വളരെ ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യത്തിൽ നിന്നും കൂലിപ്പണിയെടുത്തും വീട്ടുജോലി ചെയ്തുമാണ് 3 മക്കളെയും വളർത്തി വലുതാക്കിയത്, കുടുംബം നോക്കിയത്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. ഒരു മനുഷ്യായുസിന്റെ വലിയൊരു കാലം വിയർപ്പൊഴുക്കി ജീവിച്ച നഫീസുമ്മ ഒടുവിൽ അവരുടെ 55ാം വയസ്സിൽ മകളോടൊപ്പം മണാലിയിലേക്ക് യാത്ര പോകുന്നു. സന്തോഷം കണ്ടെത്തുന്നു, റീല് ചെയ്യുന്നു. എന്തൊരു സന്തോഷമുള്ള കാഴ്ചയാണ്. കണ്ടില്ലേ നിഷ്കളങ്കത്വം? ഒരു ലോകം മുഴുവൻ കീഴടക്കിയ സന്തോഷം അവൾക്ക്. നമ്മള് 10 സെന്റ് 2 സെന്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല, ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം. നമ്മള് ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. ഞാൻ അവിശ്വാസക്കാരനാ. കുര്യൻ മാത്രമല്ല, പലരും അവിശ്വാസക്കാരാ. എനിക്ക് ബംഗ്ലാവൊന്നും പണിയണ്ട, പക്ഷെ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ രാജ്യത്ത് ജീവിക്കാനുള്ള അവകാശം എനിക്കുണ്ട്.